ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളി വെച്ചിട്ട് ഒരു കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഒരു 1/4 കിലോളം നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1-1.25 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാ ചെമ്മീൻ അഥവാ കൊഞ്ച് എല്ലായിടത്തും അതിൻ്റെ മസാല എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ടൈമിൽ കുറച്ച് കൊച്ചുള്ളി, ഒരു 10-30 കൊച്ചുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നന്നാക്കി എടുത്തു. ഇനി അതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പാൻ ഇവിടെ ഒന്ന് ചൂടാവുന്നുണ്ട്. ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. പാനൊന്ന് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീനുണ്ടല്ലോ, കൊഞ്ച്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എല്ലാനും ഒന്നൊന്നും തൊടാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാനും ഫ്രൈ ആയി കിടക്കുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. ചെമ്മീൻ അത്ര വലിയ വേവൊന്നുമില്ലല്ലോ, ഒരു 8-9 മിനിറ്റ് ഉള്ള വേവ് ഉണ്ടാവുള്ളൂ. നിങ്ങളിങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാൻ ഈ മരത്തിൻ്റെ സ്പാച്ചിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. പക്ഷേ അത് എനിക്ക് സെറ്റായില്ല. അപ്പം ഞാൻ അതുകൊണ്ട് മറിച്ചിടാനായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തത്. ഇതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് സെറ്റാവണ്ടായില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനായതിൻ്റെ പേരിൽ സൂക്ഷിച്ചാണ് ഞാൻ എടുത്തത്. സ്പൂൺ വെച്ച് ഓരോന്നും പതുക്കെ മറിച്ചിട്ട് കൊടുത്തു. 2 വശവും അതുപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ. ആക്കിയെടുക്കണം നമുക്ക്. അപ്പം എല്ലാനും അതുപോലെ ആക്കിയിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊഞ്ചെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്പൈസസ് അല്ലേ, അത് കുഴപ്പമില്ല, നല്ലതാണ്. നമുക്ക് ഈ പാനിലോട്ട് തന്നെ ബാക്കി പരിപാടികൾ തുടങ്ങാം. നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, അടിപൊളിയാണ്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എന്ന് പറയുന്നത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോട്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാണ്, സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വെളുത്തുള്ളി ഒന്നും ഇതായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വെളിച്ചെണ്ണ എനിക്ക് ഇത്തിരി പോരായ്മ പോലെ തോന്നി, അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി, പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം ഒന്ന് മാറി കിട്ടണം നമുക്ക്. എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഐറ്റം ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ സവാളയുടെ ഒരു മധുരം ഉണ്ടല്ലോ, ആ മധുരപ്പ് നിൽക്കും കറിക്ക്. ഉള്ളി ആകുമ്പോൾ ആ മധുരത്തിൻ്റെ പ്രശ്നമില്ല, നല്ല ടേസ്റ്റിൽ നമുക്ക് ഇതായി കിട്ടും. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത പരിപാടി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതിനകത്ത് ചോപ്പ് ചെയ്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ തീരെ പൊടിയായിട്ടല്ല അരിഞ്ഞു കൊടുത്തേക്കണം, അത്യാവശ്യം വലിപ്പമുണ്ട് തക്കാളി കഷ്ണങ്ങൾ. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി വെന്ത് അതിൻ്റെ ഒരുപാട് കുഞ്ഞായിട്ടൊന്നും അരിയണ്ട, അല്ലാതെ തന്നെ ഒന്ന് ചൂടായി ഒന്ന് ആവി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി ഒന്ന് കയ്യിൽ വെച്ച് കുത്തുമ്പോൾ തന്നെ അത് മെൽറ്റായി ഇങ്ങനെ ചതഞ്ഞ് വരും. നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് ജ്യൂസി ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരു ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണോളം മതി. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഇവിടെ പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച്, കുറച്ച് മതി, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുളക് പൊടിയുടെയും ഗരം മസാലയുടെയും ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ ഗ്രേവിയിൽ ഉപ്പിട്ടിട്ടുണ്ടായില്ല, അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി എല്ലായിടത്തും ഉപ്പാക്കിയതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ സൂപ്പർ താരത്തിനെ എടുത്തിടാം. അതിനകത്ത് കൊഞ്ച് ഫ്രൈ ആക്കിയത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് ഈ ഗ്രേവിയിൽ കിടന്നങ്ങനെ ഒന്ന് സെറ്റാവണം.
ഇത് തീ കുറവിലാണ്, സിമ്മിലാണ് ഫ്ലെയിം കിടക്കുന്നത്. അതിൽ കിടന്ന് തന്നെ ഒന്ന് സെറ്റാവണം. എന്താ കളർഫുള്ളല്ലേ, അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിതറാനായിട്ട് അലങ്കാരത്തിനായിട്ട് എനിക്ക് മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തകർത്തേനെ, അടിപൊളിയായിരുന്നു. എൻ്റെ ആവശ്യത്തിന് കറിവേപ്പില ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കറിവേപ്പില വിതറി കൊടുത്തു. ഇട്ടിട്ടിട്ട് എനിക്ക് മതിയാവാണ്ടായില്ല. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടി പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും കറിവേപ്പില വിതറി നമ്മുടെ കൊഞ്ച് റോസ്റ്റിനെ അലങ്കരിച്ചെടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.